തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണപക്ഷ കൌൺസിലർമാരും മറ്റ് BJP ഭരിക്കുന്നതും പ്രതിപക്ഷത്തുമായിട്ടുള്ള പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരികളും പ്രതിപക്ഷ നേതാക്കന്മാരുമൊക്കെ തന്നെ ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് വേണ്ടി ഇന്ന് യാത്ര തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള ക്ഷണപ്രകാരമാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് ഈ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഡൽഹിയിൽ കേരള എക്സ്പ്രസിലാണ് പോകുന്നത്. ഡൽഹിയിൽ എത്തിയ ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ വസതിയിൽ 12-ാം തീയതി വൈകുന്നേരം ഒരുമിച്ച് ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെ വസതിയിൽ ഒരുമിച്ച് ചേരുന്നുണ്ട്. BJPയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലും അതോടൊപ്പം തന്നെ പാർലമെന്റ് മന്ദിരത്തിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യാത്ര 50 കൌൺസിലർമാർ 6 ദിവസം ഒരുമിച്ചുണ്ട്. അപ്പോൾ പാർലമെന്റ് സമ്മേളനം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെയുണ്ട്. അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും, പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ജി, ജില്ലാ പ്രസിഡന്റ് കരമന ജയൻചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും. സംസ്ഥാന അധ്യക്ഷൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും. തീർച്ചയായിട്ടും ഈ യാത്ര, ഈ 50 കൌൺസിലർമാരുടെയും ഈ യാത്ര തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള ഇപ്പോൾ കോർപ്പറേഷൻ കൌൺസിലർമാരാണ്. എന്നാൽ ഡൽഹിയിൽ പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര.